ലോകമാതാവായ ലക്ഷ്മി ദേവിയുടെ 8 രൂപങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ. ആദ്യത്തേത് ആദിലക്ഷ്മി, സർവസൃഷ്ടികളുടെയും ആദ്യ രൂപമാണ്. താമരയിൽ 4 കരങ്ങളോടുകൂടി ദേവി. ധനലക്ഷ്മി, ചുവന്ന ഉടയാടണിഞ്ഞ് താമരപ്പൂവിൽ എല്ലാ സമ്പത്തിൻ്റെയും ദേവത. അഷ്ടലക്ഷ്മിമാരെ സാധാരണയായി ക്ഷേത്രങ്ങളിൽ ചിത്രീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യാറുണ്ട്. സമ്പത്ത് എന്നാൽ അഭിവൃദ്ധി, ആരോഗ്യം, ധനം, ധാന്യം, വിദ്യ, ധൈര്യം, സന്താനങ്ങൾ, ശക്തി, വിജയം, മൃഗസമ്പത്ത്. ലക്ഷ്മി ദേവിയുടെ 3ാമത്തെ രൂപമായ ധാന്യലക്ഷ്മിയെ ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെയും അന്നദായിനിയായിട്ടാണ് കണക്കാക്കുന്നത്. 8 കൈകളോടുകൂടിയ രൂപമാണ്. ദേവി പച്ച നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. കൈകളിൽ ധാന്യക്കതിർ. മൃഗസമ്പത്തിൻ്റെ ദേവതയായ ഗജലക്ഷ്മി സമൃദ്ധിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ദേവിയുടെ ഇരുവശങ്ങളിലായി 2 ആനകളുണ്ട്. ആനകളുടെ തുമ്പിക്കൈയിൽ നിന്നും ജലധാര. 4 കരങ്ങളോടുകൂടിയ രൂപമാണ് ഗജലക്ഷ്മിയുടേത്. 2 കരങ്ങളിൽ താമരയും. ഭക്തർക്ക് സന്താനഭാഗ്യം നൽകുന്ന ലക്ഷ്മി രൂപമാണ് സന്താനലക്ഷ്മി. 6 കൈകളോട് കൂടിയവളാണ് ദേവി. 2 കൈകളിൽ കലശവും 2 വാളും പരിചയും ഏന്തിയിരിക്കുന്നു. മറ്റൊരു കൈകൊണ്ട് മടിത്തട്ടിലിരിക്കുന്ന ശിശുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒരു കൈയിൽ മടിയിലിരിക്കുന്ന ശിശുവിൻ്റെ കയ്യിൽ അഭയമുദ്രയും താമരപ്പൂവും കാണാം. സന്താനങ്ങൾക്ക് ആയുരാരോഗ്യവും സൗഖ്യവും നൽകുന്ന ദേവിയാണ് സന്താനലക്ഷ്മി. സന്താനങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന ദേവി അവരെ എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. വീരലക്ഷ്മി, ധൈര്യലക്ഷ്മി, ധൈര്യത്തിൻ്റെയും കരുത്തിൻ്റെയും ദേവതയാണ് വീരലക്ഷ്മി. യുദ്ധം പോലുള്ള സന്ദർഭങ്ങളിൽ ധൈര്യം പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുള്ള ആർജവം ധൈര്യലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ കൈവരുന്നു. 8 കൈകളോടുകൂടിയ ദേവി ശംഖ്, ചക്രം, അമ്പ്, വില്ല്, ത്രിശൂലം, ഗ്രന്ഥം, അഭയമുദ്ര, വരം, വിജയപ്രദാനം ചെയ്യുന്ന രൂപമാണ് ലക്ഷ്മി രൂപമാണ് വിജയലക്ഷ്മി. പോർക്കളത്തിലെ വിജയം മാത്രമല്ല, ജീവിത വിജയം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. 8 കരങ്ങളോടുകൂടിയതാണ് ദേവി. വിദ്യാലക്ഷ്മി, ലക്ഷ്മി ദേവിയുടെ അവതാര രൂപങ്ങളിൽ അവസാനത്തേതാണ് വിദ്യാലക്ഷ്മി. സർവ്വധനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയുടെയും അറിവിൻ്റെയും ദേവതയാണ് വിദ്യാലക്ഷ്മി.